to Malayali classroom. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് അരിത്മെറ്റിക് സീക്വൻസസിന്റെ ലാസ്റ്റ് സെക്ഷൻ ആയിട്ടുള്ള സംസ് എന്നുള്ള പോർഷൻ ആണ്. അതിൽ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് സംസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കാര്യമാണ് അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്നിൽ തുടങ്ങുന്ന ഒരു സീക്വൻസ് തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് നമ്പർ ഓഫ് ടേംസ് തന്നാൽ അതിൽ നിന്ന് എങ്ങനെ സം കണ്ടുപിടിക്കും. അതിനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം, n × n+1 ഡിവൈഡഡ് ബൈ 2. ഇനി ആ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതില് നമുക്ക് ആദ്യത്തെ അതായത് 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? s = 1 + 2 + 3 + etc. + 10. ഇനി ഇതിനെ നമുക്ക് തിരിച്ച് എഴുതിയാലും s കണ്ടുപിടിക്കാം, അതായത് സം കണ്ടുപിടിക്കാം. അതായത് s = 10 + 9 + 8 + etc. + 1. ഇങ്ങനെ എഴുതിയാലും നമുക്ക് കിട്ടുന്നത് ഒരേ സം തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഈ രണ്ട് സമ്മുകൾ തമ്മിൽ ആഡ് ചെയ്യാം. അതായത് 2s എന്ന് പറയുന്നത് s + s 2s. ഇനി ഇവിടെ അതാത് പൊസിഷനുകളിൽ സെയിം പൊസിഷനുകളിലുള്ള നമ്പറുകളെ ആഡ് ചെയ്ത് ഇവിടേക്ക് എടുത്ത് എഴുതാം. അതായത് 10 + 1 11 + 9 + 2 11 + 8 + 3 11. അങ്ങനെ അവസാനത്തെ ടേം എന്ന് പറയുന്നത് 10 + 1 11. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാ പൊസിഷനും അതായത് സെയിം പൊസിഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സം എന്ന് പറയുന്നത് 11 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര 11 ഉണ്ടായിരിക്കും? നമുക്ക് ഇവിടെ 10 നമ്പർ ഓഫ് ടേംസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 10 നമ്പർ ഓഫ് 10 ടൈംസ് 11 ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 × 11 എഴുതാം. കാരണം 11കളുടെ എണ്ണം 10 എണ്ണാണ്, 10 സംഖ്യകളാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2s എന്നുള്ളത് 10 × 11 ആയി. s = 10 × 11 ഡിവൈഡഡ് ബൈ 2. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട s 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്താണ്? 10 × 11 ഡിവൈഡഡ് ബൈ 2. അതായത് 10 സംഖ്യകളുടെയാണ് എണ്ണൽ തുക കണ്ടുപിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ 10 × 10ന്റെ കൂടെ 1 കൂട്ടാം, 11 ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണ് നമുക്ക് ഈ ഡെറിവേഷൻ കിട്ടുന്നത്, n × n+1 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത്. ഇനി എങ്ങനെയാണ് ഈവൻ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈവൻ നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? n × n+1. ഇനി അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ നമുക്ക് ഈവൻ നമ്പേഴ്സ് 2 + 4 + 6 അങ്ങനെ നമുക്ക് ഒരു 100 വരെയുള്ള നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാനായിട്ട് കുറെ സമയം എടുക്കുമല്ലോ. അപ്പൊ നമുക്ക് 2നെ ഇതിലെല്ലാത്തിലും 2 കോമൺ ആണ്, അപ്പൊ അതുകൊണ്ട് 2നെ ഔട്ട് സൈഡ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും വരിക? 1 + 2 + 3 + etc. + 50 എന്നായിരിക്കും വരിക. അപ്പോൾ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന 1 + 2 + 3 + 50 എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ഇതിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ മുന്നേ പറഞ്ഞത്. എന്തായിരുന്നു? അതായത് 50 എണ്ണൽ സംഖ്യകളാണെന്നുണ്ടെങ്കിൽ 50 × 51 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ 50 × 51 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. പിന്നെ ഇവിടെയുള്ള ഈ 2ഉം നമുക്ക് ഇവിടെ ഇറക്കി എഴുതണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2ഉം ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 50 × 51. അതായത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് n നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ 2 + 4 + 6 + 100 എന്നുള്ളത് എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 50 നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. കാരണം 1 മുതൽ 100 വരെ 100 നമ്പേഴ്സ്, 2 മുതൽ ഈവൻ നമ്പേഴ്സുകളാണെന്നുണ്ടെങ്കിൽ അത് 50 നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? n × n+1 50 × 51. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഇനി ഓഡ് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? n² ആണ് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി അത് എങ്ങനെയാണ് വന്നത് എന്ന് നോക്കാം. അതായത് ഓഡ് നമ്പേഴ്സിന്റെ ആൾജിബ്രായിക് ഫോം, ജനറൽ ഫോം എങ്ങനെയാണ്? 2n - 1 ആണ്. 2n - 1 ആണ്. അപ്പൊ ഇതില് നമുക്ക് n-ന് 1 2 3 എന്നുള്ള പൊസിഷൻ നമ്പേഴ്സ് ഇട്ട് കൊടുത്ത് നോക്കി നോക്കാം. അപ്പോൾ n = 1 ആണെങ്കിൽ എത്രയായിരിക്കും? 2 × 1 - 1. n = 2 ആണെങ്കിൽ
2 into 2 minus 1. n equal to 3 ആണെങ്കിൽ 2 into 3 minus 1. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സുകളുടെ സം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതായത് എങ്ങനെയായിരിക്കും 2 into 1, അതായത് നമുക്ക് ഈ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്ന ടേംസ് എല്ലാതും ഒരുമിച്ച് എഴുതാം. ഈ -1 എന്നുള്ളത് കോമൺ ആയത് കാരണം അത് വേറൊരു സെക്ഷൻ ആയിട്ടും കൂടി എഴുതാം. 2 into 1 plus 2 into 2 plus 2 into 3 plus etc. പിന്നെ ഏതാണ് -1 എന്നുള്ളതും കൂടി ആഡ് ചെയ്യണം. അതായത് ഇവിടെ മൈനസ് കോമൺ ആയത് കാരണം മൈനസ് പുറത്ത് എഴുതിയിട്ട് നമുക്ക് 1നെ ഒരുമിച്ച് എഴുതാം. 1 plus 1 plus എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ ഇത് എത്ര ടൈംസ് ഉണ്ടാവും? n ടൈംസ് ഈ 1 റിപ്പീറ്റ് ചെയ്യും. അതായത് n വരെയുള്ള നമ്പേഴ്സിന്റെ സം ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ n ടൈംസ് -1 എന്നുള്ള ടേംസ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇത് n ടൈംസ് ആയിരിക്കും. ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഇവിടെ 2 കോമൺ ആണ്. അപ്പോൾ 2നെ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. പിന്നെ പറയുന്നത് 1 plus 2 plus 3 plus ആ ഒരു ഫോമിലേക്ക് നമുക്ക് കിട്ടുന്നത്. ഇവിടെ 2 കോമൺ ആയിട്ടുള്ളതിനെ പുറത്തേക്ക് എടുത്ത് 1 plus 2 plus 3 plus etc. up to n അങ്ങനെ എഴുതാം. ഇവിടെ -n എന്ന് എഴുതാം. കാരണം ഇത് n ടൈംസ് into 1 ആണ്. അപ്പോൾ n ആയിരിക്കും വരുന്നത്. ഇനി ഇതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്? 2 into n into n plus 1 divided by 2 minus n. ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ. ഇതിൽ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആവും. പിന്നെ ഉള്ളത് ഏതാണ്? n into n square plus n into 1 n minus n. അപ്പോൾ ഇതിൽ ഈ എണ്ണും ക്യാൻസൽ ആയി പോവും. നമുക്ക് റിമൈനിങ് എന്ത് കിട്ടും? n സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഓഡ് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടുന്നത്. ഇനി നമുക്ക് ഈ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ആൾജിബ്രായിക് ഇക്വേഷനും അതുവഴി എങ്ങനെയാണ് ഒരു അരിതമെറ്റിക് സീക്വൻസസിൽ സം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. അരിതമെറ്റിക് സീക്വൻസസിന്റെ ജനറൽ ഇക്വേഷൻ അല്ലെങ്കിൽ ആൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് എന്താണ്? xn = an plus b. ഇനി സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ആൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ എഴുതുക? a into n plus 1 divided by 2 plus b into n. അതായത് a into n ന്റെ സ്ഥാനത്ത് നമ്മൾ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൊടുത്തു പ്ലസ് b into n. ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഇതിനെ ജസ്റ്റ് ആഡ് ചെയ്ത് നമുക്ക് എഴുതാം. അതായത് ഈ 2നെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. an into n plus 1 plus 2bn whole into 1/2 എന്ന് വരും. അതായത് b 1/2 എല്ലാത്തിനും കോമൺ ആയിട്ട് വരും. ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാനായിട്ട് ഈ n എല്ലാത്തിലും കോമൺ ആണ്. അപ്പം അതുകൊണ്ട് n കൂടി നമ്മൾ പുറത്തേക്ക് എടുത്തു. പിന്നെ ഉള്ളത് an plus 1 plus 2b. ഇതാണ് നമുക്ക് ഇതിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. ഈ an plus 1 plus 2bനെ ഒന്നുകൂടി നമ്മൾ എഴുതണം. നമ്മളിവിടെ മാറ്റി എഴുതാം. അതായത് an plus 1 plus 2bനെ നമുക്ക് എങ്ങനെയും കൂടി എഴുതാം? an plus a plus 2b. ഈ 2b എന്ന് പറയുന്നതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ an plus a plus b plus b. എന്നിട്ട് ഇതിൽ ഈ ഒരു ടേമും നമുക്ക് ഒരുമിച്ച് എഴുതാം. അതായത് an plus b plus a plus b. ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. അപ്പോൾ ഹാഫ് n ഇൻറ്റു ഇവിടുത്തെ an plus b plus a plus b. ഈ ഒരു രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം. നമ്മളൊരു അരിതമെറ്റിക് സീക്വൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അരിതമെറ്റിക് സീക്വൻസിന്റെ ലാസ്റ്റ് ടേമിനെയാണ് ഈ an plus b എന്നുള്ളത് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടേം ആണ് a plus b എന്നുള്ള ടേം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാവുന്നുള്ളൂ. a എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇക്വേഷനിൽ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. b എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തമ്മിലുള്ള വ്യത്യാസമാണ്.
അപ്പോൾ നമുക്കൊരു അതിന് എക്സാമ്പിൾ എടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഫസ്റ്റ് ടേമും ഇത് ലാസ്റ്റ് ടേമും ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസസിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനെ എങ്ങനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും? അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് അതിൽ n വരെയുള്ള ടേംസിന്റെ സം കണ്ടുപിടിക്കണം. ലാസ്റ്റ് ടേമും ഫസ്റ്റ് ടേമും നമുക്കറിയാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ എഴുതാൻ പറ്റുക? ഹാഫ് n, അതായത് n എന്ന് പറയുന്നത് എത്ര ടേംസിന്റെ ആണോ കണ്ടുപിടിക്കേണ്ടത് അത് ഇൻറ്റു ലാസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേം. ലാസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേം, ലാസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേം ഇൻറ്റു n ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അരിത്തമെറ്റിക് സീക്വൻസസിന്റെ സം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞു സംസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ആൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിന്റെ എങ്ങനെ ചെയ്താൽ മതി? a ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് bn അങ്ങനെ എഴുതിയാൽ മതി. ഇനി അതിനെ നമ്മൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ നമുക്കൊരു ജനറൽ ഇക്വേഷന്റെ ഫോം ആയിട്ട് കിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ജനറലി റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരു ഫോം വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യും. ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ഇത് n സ്ക്വയർ പ്ലസ് n ആണ്. ഇതെന്ന് പറയുന്നത് n സ്ക്വയർ പ്ലസ് n ആയിട്ട് നമുക്ക് മാറ്റി എഴുതാം. അപ്പൊ ഹാഫ് എ എൻ സ്ക്വയർ പ്ലസ് ഹാഫ് എ എൻ പ്ലസ് ബി എൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇനി ഇതിൽ തന്നെ നമുക്ക് ഒന്നുകൂടിയും സിംപ്ലിഫൈ ചെയ്ത് എഴുതാനാണെന്നുണ്ടെങ്കിൽ ഹാഫ് എ എൻ സ്ക്വയർ പ്ലസ് ഹാഫ് എൻ ഇൻറ്റു എ പ്ലസ് ബി എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഹാഫ് എ എൻ സ്ക്വയർ പ്ലസ് ഹാഫ് എൻ ഇൻറ്റു എ പ്ലസ് ബിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. അതായത് പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ എന്നുള്ള രീതിയിൽ. അതായത് പി എന്ന് പറയുന്നത് ഏതായിരിക്കും? ഹാഫ് എയും ക്യു എന്ന് പറയുന്നത് ഹാഫ് എ പ്ലസ് ബിയും ആയിരിക്കും. ഇങ്ങനെ നമ്മൾ പിക്ക് 1/2 എന്നുള്ള വാല്യൂ കൊടുത്ത് പി എൻ സ്ക്വയറിനും ക്യൂവിന് 1/2 ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള വാല്യൂ ക്യൂവിന് കൊടുത്ത് അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഫോമിലാണ് നമുക്ക് ജനറൽ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത്, പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ. നമ്മളിപ്പോൾ ആൾജിബ്രായിക് ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു, സംസിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസസിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുക? xn ഈക്വൽ ടു a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്, ഇവിടെ 6n പ്ലസ് b എന്ന് പറയുന്നത് 4 മൈനസ് കോമൺ ഡിഫറൻസ്. അപ്പൊ 4 മൈനസ് 6 എന്ന് പറയുമ്പോൾ -2 എന്ന് വരും. അപ്പൊ അതായത് 6n - 2 ആണ് നമുക്ക് ഇവിടുത്തെ നമ്മുടെ ആൾജിബ്രായിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സമ്മിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാന്നാണ് പറഞ്ഞത്? സമ്മിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 6 ഇൻറ്റു n സ്ഥാനത്ത് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 ഇൻറ്റു n. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. അപ്പൊ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 6n സ്ക്വയർ പ്ലസ് 6n ഡിവൈഡഡ് ബൈ 2 മൈനസ് 2n. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ 6n സ്ക്വയർ പ്ലസ് 6n മൈനസ് 4n ഡിവൈഡഡ് ബൈ 2. ഇതിലെല്ലാത്തിനും 2 കോമൺ ആയിട്ട് നമുക്ക് വെട്ടി പോകുന്ന നമ്പേഴ്സ് ആണ്. അത് വെട്ടി കളഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ 3n സ്ക്വയർ പ്ലസ് 6/2 3. അപ്പോൾ 3/3n മൈനസ് 2n വരും. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? 3n സ്ക്വയർ പ്ലസ് n. ഇതാണ് നാം ഈ ഒരു സീക്വൻസിന്റെ, അതായത് ഈ 4 × 16 എന്നുള്ള അരിത്തമെറ്റിക് സീക്വൻസസിന്റെ സമ്മിന്റെ ആൾജിബ്രായിക് ഇക്വേഷൻ ആണ് 3n സ്ക്വയർ പ്ലസ് n. അപ്പോൾ നമുക്ക് ജനറലി അരിത്തമെറ്റിക് സീക്വൻസസിന്റെ സമ്മിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? pn സ്ക്വയർ പ്ലസ് qn എന്ന് എഴുതാം. ഇങ്ങനെയാണ് അരിത്തമെറ്റിക് സീക്വൻസസിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ജനറലി എഴുതുന്നത്. അതായത് ഇവിടെ p എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ആണ് 3, അതുപോലെ q എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ 1 ആയിരിക്കും. ഇനി നമുക്ക് ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ, സമ്മിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നാൽ അരിത്തമെറ്റിക് സീക്വൻസസ് കണ്ടുപിടിക്കാനായിട്ട് അതുപോലെ തന്നെ ഇത് തിരിച്ച് അപ്ലൈ ചെയ്താൽ മതി. അതായത് ഇവിടെ 3n സ്ക്വയർ പ്ലസ് n ആണ് നമ്മുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ, 3n സ്ക്വയർ പ്ലസ് n. ഇതിൽ നമുക്ക് ഒരു സീക്വൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്ക് ഇതൊന്നും അറിയില്ല, നമുക്ക് ആകെ തന്നിരിക്കുന്നത് ഈ ഒരു എക്സ്പ്രഷൻ മാത്രമാണ്.
അപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യത്തെ ടേം, അതായത് n ഈക്വൽ ടു 1 കൊടുത്താൽ ഫസ്റ്റ് ടേമിന്റെ സം, അതായത് എന്ത് തന്നെയായിരിക്കും, അത് ഫസ്റ്റ് ടേം തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ n ഈക്വൽ ടു 1 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും വാല്യൂ വരുന്നത്? 3 into 1 3 പ്ലസ് എന്ന് പറയുന്നത് 1 ആണ്, എത്രയായിരിക്കും? 4 വരും. n ഈക്വൽ ടു 2 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? രണ്ട് നമ്പേഴ്സിന്റെ സം കിട്ടും. അപ്പോൾ ഇവിടെ 2 സ്ക്വയർ 4, 3 into 4 പ്ലസ് 2 എത്രയായിരിക്കും? 4 into 3 12 പ്ലസ് 2 14 ആണ് നമുക്ക് സം കിട്ടുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേമിന്റെയും സെക്കൻഡ് ടേമിന്റെയും സം ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 14ൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുന്നതായിരിക്കും നമ്മുടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. അതായത് 14 minus 4 10. നമ്മുടെ ഇവിടുത്തെ സെക്കൻഡ് ടേം ഏതാണ്? 10. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സം കൂടി കണ്ടു നോക്കി നോക്കാം. അതായത് n ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ നമുക്ക് 3 നമ്പേഴ്സിന്റെ സം കിട്ടും. അപ്പൊ ഇവിടെ 3 into 3 square 9 plus 3. 9 into 3 27 plus 3 എത്രയായിരിക്കും? 30. 30 എന്ന് പറയുന്നത് 3 നമ്പേഴ്സിന്റെ സം ആണ്. അപ്പൊ അതിൽ നമുക്ക് തേർഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ രണ്ട് നമ്പറുകൾ നമുക്ക് കിട്ടി, 4 10 ഇതിൽ നിന്ന് കിട്ടി. അപ്പൊ 4 10 കൂടി കഴിഞ്ഞാൽ 14. 30 minus 14 ചെയ്താൽ എത്ര കിട്ടും? 16 കിട്ടും. അപ്പൊ നമ്മുടെ തേർഡ് നമ്പർ എത്രയാണ്? 16. അപ്പൊ എന്താണ്, നമുക്കൊരു ഈ ഒരു ജനറൽ ഇക്വേഷൻ, അതായത് ഈ ഒരു ജനറൽ ഫോമിൽ അരിത്മെറ്റിക് സീക്വൻസസ് ഇതിന്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് സീക്വൻസ് കണ്ടുപിടിക്കാം. സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും സമ്മിന്റെ ജനറൽ ഫോം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഇതിന്റെ എക്സസൈസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പേജ് നമ്പർ 35 ഫസ്റ്റ് എക്സസൈസ് നമുക്ക് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസസ് ബിലോ. അതായത് താഴെ തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസസിലെ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ആണ് 11 22 33. അപ്പൊ ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസസിന്റെ ഫസ്റ്റ് 25 ടേംസിന്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതിന്റെ അരിത്മെറ്റിക് സീക്വൻസസിന്റെ ജനറൽ ഇക്വേഷൻ, സമ്മിന്റെ ജനറൽ ഇക്വേഷൻ ആൾജിബ്രായിക് ഫോം നമുക്ക് അറിയണം. അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്താൽ മതി? ഇതിന്റെ 25th ടേം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ പ്രകാരം ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ 25th ടേം കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണ് സമ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതില് 25th ടേം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ടേമിന്റെ കൂടെ 11ന്റെ കൂടെ 25th ടേം ആണ്. അപ്പോൾ 24 നമ്മളൊന്ന് മൈനസ് ചെയ്തു, ഇൻറ്റു കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? 11. ഇതായിരിക്കും നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ. അപ്പൊ ഇവിടെ 24 into 11 എത്രയാണ്? 4 4 1 into 2 2 264. 264 plus 11 ഇപ്പൊ എത്രയാണ് വരുന്നത്? 275. 275 ആണ് നമ്മുടെ 25th ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? സം ഓഫ് 25 നമ്പേഴ്സ് എന്ന് പറയുന്നത് n/2 into ലാസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേം. ഇതാണ് നമുക്ക് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ സം എന്ന് പറയുന്നത് 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 275 പ്ലസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 11. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 275ന്റെ കൂടെ നമ്മൾ 11 ആഡ് ചെയ്യാണ്. പ്ലസ് 11 286 കിട്ടും. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 286. ഇതിലെങ്ങനെ ക്യാൻസൽ ആയി പോകും? 1 4 into 2 8 3 into 2 6. അപ്പോൾ 143 ഇൻറ്റു 25 ആയിരിക്കും നമുക്ക് കിട്ടുന്ന സം എന്ന് പറയുന്നത്. അത് എത്രയാണ് നമുക്ക് നോക്കാം. 1575 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അതായത് സം ഓഫ് 25 ടേംസ് എന്ന് പറയുന്നത് 3575. അപ്പോൾ 25th ടേം നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. n/2 ഇൻറ്റു ലാസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേം. നമുക്ക് കിട്ടുന്ന ആൻസർ 3575. സെക്കൻഡ് പ്രോബ്ലം 12 23 34 ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ 25 ടേംസിന്റെ സം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് 25th ടേം നമുക്ക് കണ്ടുപിടിക്കാം.
25th ടേം എന്ന് പറയുന്നത് x25 എന്ന് പറയുന്നത് എത്രയായിരിക്കും 12 പ്ലസ് 24 ഇൻറ്റു 11 എത്രയായിരിക്കും 24 ഇൻറ്റു 11 എന്ന് പറയുന്നത് 264 ആണ് 264 പ്ലസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 12 ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 276 ആയിരിക്കും 276 ഇനി സം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി സം ഓഫ് 25 ടേംസ് എന്ന് പറയുന്നത് 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 276 പ്ലസ് ഫസ്റ്റ് ടേം 12 അപ്പോൾ എത്രയാണ് 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 6 പ്ലസ് 2 8 7 പ്ലസ് 1 8 2 288 ഇത് 144 ടൈംസ് ആയിരിക്കും അതിൽ പോവുക 144 ഇൻറ്റു 25 എന്ന് പറയുന്നത് 5 ഇൻറ്റു 4 20 റിമൈൻഡർ 2 5 ഇൻറ്റു 4 20 പ്ലസ് 2 22 7 4 into 2 8 4 into 2 8 2 8 plus 2 10 8 plus 7 15 plus 1 16 3600 നമ്മുടെ സം ഓഫ് 25 ടേംസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും 3600 ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സീക്വൻസ് 21 32 43 എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ ഈ 25th ടേം നമുക്ക് കണ്ടുപിടിക്കണം 25th ടേം എന്ന് പറയുന്നത് എത്രയായിരിക്കും 24 ഇൻറ്റു കോമൺ ഡിഫറൻസ് 11 പ്ലസ് 21 24 ഇൻറ്റു 11 എന്ന് പറയുന്നത് 264 പ്ലസ് 21 എത്രയായിരിക്കും 6 പ്ലസ് 2 8 285 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ 25th ടേം ഇനി അതിൻ്റെ S25 അതായത് സം ഓഫ് 25 ടേംസ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക ഈക്വൽ ടു n എന്ന് പറയുന്നത് 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 285 പ്ലസ് 21 306 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 306 എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക ഇവിടെ 153 ഇൻറ്റു 25 ചെയ്ത് കിട്ടുന്ന ആൻസർ അതായത് 3825 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ അപ്പോൾ ഇതായിരിക്കും 25 ടേംസിന്റെ സം എന്ന് പറയുന്നത് പേജ് നമ്പർ 35 ഫസ്റ്റ് എക്സസൈസിലെ തേർഡ് എക്സാമ്പിൾ നമ്മൾ ചെയ്തു ഇനി ഫോർത്ത് ആണ് നമ്മൾ ചെയ്യുന്നത് 19 28 37 ഇതാണ് നമ്മുടെ തന്ന സീക്വൻസ് ഇതിൻ്റെ ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ സമ്മിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്കറിയാം an ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് bn ഇതാണ് നമ്മുടെ ആൾജിബ്രായിക് ഇക്വേഷൻ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും ഡിഫറൻസ് ആണ് 28 മൈനസ് 19 എന്ന് പറയുന്നത് 9 ഇനി ബി എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് 19 മൈനസ് 9 10 ആയിരിക്കും നമ്മുടെ ബി എന്നുള്ള വാല്യൂ എന്ന് പറയുന്നത് 25 ടേംസിൻ്റെ സമ്മാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം അതായത് 25 ടേംസിൻ്റെ സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിൽ എ എന്നുള്ള വാല്യൂ 9 ഇൻറ്റു 25 ഇൻറ്റു 26 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ബി എന്ന് പറയുന്നത് 10 ആണ് 10 ഇൻറ്റു 25 ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതിൽ നമുക്ക് 25 ഇവിടെ കോമൺ ആണ് അത് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം 25 9 ഇൻറ്റു 26 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 10 26 divided by 2 13 into 9 9 into 3 27 7 2 1 into 9 9 plus 2 11 117 plus 10 അപ്പോൾ 127 വരും 25 into 127 ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ അപ്പോൾ 127 into 25 7 into 5 35 5 into 2 10 plus 3 13 1 into 5 plus 1 6 7 into 2 14 1 2 into 2 4 plus 1 5 1 into 2 2 5 4 plus 3 7 6 plus 5 11 2 plus 1 3 അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 300 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് 25 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത് 1 6 11 എന്നുള്ള സീക്വൻസിൻ്റെ 25 ടേംസിൻ്റെ സമ്മാണ് അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ ഇക്വേഷൻ എഴുതി അതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എ എന്ന് പറയുന്നത് 5 ആണ്
5 into 25 into 26 divided by 2 plus b എന്ന് പറയുന്നത് -4 into 25. 25 കോമൺ ഉള്ളത് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. 25 5 into 26 divided by 2 -4. അപ്പോൾ ഇവിടെ 13 into 5 എന്ന് പറയുന്നത് 5 into 3 15 65 ആയിരിക്കും. അപ്പോൾ 65 - 4 എന്ന് പറയുന്നത് 61. 25 into 61 into 25 1 into 5 5 6 into 5 30 1 into 2 2 6 into 2 12 5 2 3 plus 2 5 1 1525 1525 ആയിരിക്കും നമുക്ക് കിട്ടുന്ന സം എന്ന് പറയുന്നത്. അപ്പോൾ 25 ടേംസിൻ്റെ സമ്മ് കിട്ടാനായിട്ട് ഈ ആൾജിബ്രായിക് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എയുടെയും ബിയുടെയും വാല്യൂ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് തെറ്റാണ്ട് ഈസി ആയിട്ട് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ആൻഡ് ദ നെക്സ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 6 10 14? അതായത് ഈ ഒരു സീക്വൻസിലെ ആദ്യത്തെ 20 ടേംസിൻ്റെയും പിന്നത്തെ 20 ടേംസിൻ്റെയും സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പല രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അതായത് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യത്തെ 20 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം, പിന്നത്തെ 40 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം, എന്നിട്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാം. നമുക്ക് അങ്ങനെയൊന്ന് ചെയ്യാം. അതായത് ആദ്യത്തെ 20 ടേംസിൻ്റെ സമ്മ് ഇക്വേഷൻ an into n plus 1 divided by 2 plus b, ഇതാണ് നമ്മുടെ ആൾജിബ്രായിക് ഫോം. നമുക്ക് a എന്ന് പറയുന്നത് എത്രയാണിക്കും 10 - 6 4, b എന്ന് പറയുന്നത് 6 - 4 2, n എന്ന് പറയുന്നത് 20. ഇവിടെ 20 അതായത് a എന്ന് പറയുന്നത് 4 into 20 into 21 divided by 2 plus b into n 2 into 20. അപ്പം 220ൽ 10 ടൈംസ് പോവും. ഇവിടെ നമുക്ക് 4 into 10 40, അതിനേക്കാളും നമുക്ക് 21 into 4 84 into 10, അപ്പോൾ 840 plus 40 ഇത്രയായിരിക്കും 800. ഇനി നമുക്ക് S40 കണ്ടുപിടിക്കാം. അതായത് 40 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം. അതിന് സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. 4 into എന്നിൻ്റെ വാല്യൂ മാത്രം മാറും. 40 into 41 divided by 2 പ്ലസ് ബി എന്ന് പറയുന്നത് 2 ആണ്. 2 into 40. ഇവിടെ ഇത് ക്യാൻസലായി പോവും. 20 വരും. 41 into 4 164. 164 into 2 എന്ന് പറയുന്നത് 328 ആണ്. അപ്പോൾ 328 പിന്നെ 0 കൂടി ഇറക്കി എഴുതാം. പ്ലസ് 80. ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും 3360 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ആദ്യത്തെ 40 ടേമിൻ്റെ സമവും ആദ്യത്തെ 20 ടേമിൻ്റെ സമവും കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 20 ടേമിൻ്റെ സമവും അവസാനത്തെ 20 ടേമിൻ്റെ സമം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് അവസാനത്തെ 20 ടേമിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതിൽ നിന്നും ഈ വാല്യൂ കുറച്ചാൽ മതി. അപ്പോൾ ലാസ്റ്റ് 20 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് S40 മൈനസ് S20 ഈക്വൽ ടു 3360 മൈനസ് 880. എത്രയായിരിക്കും കിട്ടുന്നത് 2480. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഈ വാല്യൂവിൻ്റെയും ഈ വാല്യൂവിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ്, ഫസ്റ്റ് 20 ടേംസിൻ്റെയും ലാസ്റ്റ് 20 ടേംസിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് ചെയ്താൽ മതി, 2480 മൈനസ് 880. 0 8 4 14 ആവാൻ 6 1600 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. പേജ് നമ്പർ 35 തേർഡ് എക്സസൈസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 6 10 14 ആൻഡ് 15 19 23. ഈ സീക്വൻസ് 6 10 14 അത് നമ്മൾ പ്രീവിയസ് ചെയ്ത സെക്കൻഡ് എക്സസൈസിൻ്റെ സെയിം അരിത്മെറ്റിക് സീക്വൻസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു 880.
80 ആയിരുന്നു. ഇനി ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് 20 ടേംസിൻ്റെ സം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ an ഇക്വേഷൻ എഴുതാം. an ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് bn. ഇതിൽ എ എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്. 19 മൈനസ് 15 4 ഇൻറ്റു 20 ഇൻറ്റു 21 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ബി എന്ന് പറയുന്നത് 15 മൈനസ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് 15 മൈനസ് 4 11 ഇൻറ്റു 20 ഇതിവിടെ ക്യാൻസൽ ആവും 10 ആവും. 21 ഇൻറ്റു 4 എന്ന് പറയുന്നത് 84 ആണ്. 84 ഇൻറ്റു 10 840 പ്ലസ് 11 ഇൻറ്റു 2 22 220. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 104 പ്ലസ് 2 6 1060 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു സീക്വൻസ് ഇതിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, ഈ രണ്ട് സമ്മുകളുടെ ഡിഫറൻസ്. അപ്പോൾ എത്രയായിരിക്കും 1060 മൈനസ് 880. 800 800 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ ചെയ്യുക, അതായത് 0 0 8 16 ആവാൻ 8 9 10 ആവാൻ 180 ആയിരിക്കും നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. പേജ് നമ്പർ 35 ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ ടേം 3 ഡിജിറ്റ് നമ്പറിൽ ഏതായിരിക്കും? 12 ഇൻറ്റു 9 108. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 108 ആയിരിക്കും. ആദ്യത്തെ 9ൽ ഡിവിസിബിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 108. ഇനി ലാസ്റ്റ് നമ്പർ എത്രയായിരിക്കും? 999. കാരണം 999 നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 111 കിട്ടും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 999 ആണ്. ഡൗട്ടുള്ളവരതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ഇക്വേഷൻ നമുക്ക് എന്തായിരുന്നു നമ്മൾ പഠിച്ചു തരുന്നത്? സമ്മ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇൻറ്റു n/2. അപ്പോൾ ഇതിൽ നമുക്ക് എന്നുള്ള വാല്യൂ ഇവിടെ എത്ര ഉണ്ടെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? എന്ന് പറയണത് ഈ ലാസ്റ്റ് ടേം, അതായത് 999 മൈനസ് ഫസ്റ്റ് ടേം 108 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 9 ആയിരിക്കും. അപ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക പ്ലസ് 1 ചെയ്യുക. ഇതാണ് നമുക്ക് n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് ലാസ്റ്റ് ടേമോ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര നമ്പറുകൾ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അപ്പോൾ 999 മൈനസ് 108 198 891 ഡിവൈഡഡ് ബൈ 9 പ്ലസ് 1. 9 ഇൻറ്റു 8 72. Sorry. 891 divided by 9 plus 1. 9 into 9 81. ബാക്കി നമുക്ക് വരുന്നത് എത്രയായിരിക്കും? 81 പ്ലസ് 8. അപ്പോൾ 81 തന്നെ വരും, വീണ്ടും 9 തന്നെ. 99 പ്ലസ് 1 ഈക്വൽ ടു 100. അപ്പോൾ നമ്മുടെ എന്ന് പറയുന്നത് എന്താണ്? 100 ആണ്. ഈ 100 എന്നുള്ള വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം 108 പ്ലസ് 999 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 2. ഇത് നമുക്ക് 50 ആവും. ഈ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. 999 പ്ലസ് 108. 9 പ്ലസ് 8 17. 9 പ്ലസ് 1 10. 9 പ്ലസ് 2 11. 1107 ഇൻറ്റു 50. അപ്പോൾ ഇവിടെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7 ഇൻറ്റു 5 35. 1 ഇൻറ്റു 5 5. 1 ഇൻറ്റു 5 5. അപ്പോൾ 5535. നമ്മുടെ സം എത്രയായിരിക്കും? 35 50 ആയിരിക്കും നമുക്ക് കിട്ടുന്ന സം എന്ന് പറയുന്നത്. പേജ് നമ്പർ 35 ആദ്യത്തെ 4 എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ബാക്കി എക്സസൈസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.